ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രിച്ചോഫ് ലോ ആണ്. ക്രിച്ചോഫ് ലോസ്. നമ്മൾ സെല്ലിനെ പറ്റി EMFനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഈ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ക്രിച്ചോഫ് ലോ. ക്രിച്ചോഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി കണ്ടുപിടിച്ച ലോ ആണ്. ഈ കറന്റിന്റെ ഫ്ലോയുമായി ബന്ധപ്പെട്ട് ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ലോ ആണ് ക്രിച്ചോഫ് ലോ എന്ന് പറയുന്നത്. ക്രിച്ചോഫിന് രണ്ട് ലോ ഉണ്ട്. ഫസ്റ്റ് ലോ എന്നും സെക്കൻഡ് ലോ എന്നും അറിയപ്പെടും. അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ലോ ആണ്. ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് ലോ അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ ജംഗ്ഷൻ ലോ എന്നൊക്കെ അറിയപ്പെടും. ജംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ ജംഗ്ഷൻ ലോ എന്നൊക്കെ, അല്ലെങ്കിൽ ഫസ്റ്റ് ലോ, ഫസ്റ്റ് റൂള്, ക്രിച്ചോഫ് ഫസ്റ്റ് ലോ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് എന്ത്? ക്രിച്ചോഫ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. എന്താണ് ക്രിച്ചോഫ് ഫസ്റ്റ് ലോ പറയുന്നത്? Total current entering the junction is equal to the total current leaving the junction. Total current entering the junction is equal to total current leaving the junction. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഇവിടെ ശ്രദ്ധിച്ചോളൂ. കറണ്ട് ഇത് എ എന്നൊരു പോയിന്റ് ആണ് വിചാരിക്കും. ആ എ എന്ന പോയിന്റിലേക്ക് കറണ്ട് വരുന്നുണ്ട്, കറണ്ട് പോകുന്നുണ്ട്. ഇതാ I1 എന്നൊരു കറണ്ട് വരുന്നു, I2, ഇത് I3 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് I4 ആണ്, ഇത് I5 ആയിരിക്കും. അപ്പോ എൻ്റർ ചെയ്യുന്ന എ എന്ന പോയിന്റിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ടും എ എന്ന പോയിന്റിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് ക്രിച്ചോഫ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, എ എന്ന പോയിന്റിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ടുകളും ആ എ എന്ന പോയിന്റിൽ നിന്നും ലീവ് ചെയ്യുന്ന കറണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാ പറഞ്ഞത്. അപ്പോൾ അത് എങ്ങനെയായിരിക്കും? ഇവിടെ നോക്കിക്കോളൂ. I1 പ്ലസ് I2 പ്ലസ് I3. അപ്പോ ഈ I1 എന്ന കറണ്ടും I2 എന്ന കറണ്ടും I3 എന്ന കറണ്ടും, ഈ മൂന്ന് കറണ്ടും കൂടി ചേർന്നിട്ട് എവിടെ വരുന്ന എ എന്ന പോയിന്റിലേക്ക് എത്തുന്നു അല്ലെ? അത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു എന്തായിരിക്കും? മൈനസ് I4 പ്ലസ് I5 ആയിരിക്കും. I1 പ്ലസ് I2 പ്ലസ് I3 ഈസ് ഈക്വൽ ടു I4 പ്ലസ് I5 ആയിരിക്കും. ഓക്കെ, അപ്പോ എൻ്റർ ചെയ്യുന്ന കറണ്ടും ലീവ് ചെയ്യുന്ന കറണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിന് വേറെ രൂപത്തിൽ കൂടി എഴുതാം. I1 പ്ലസ് I2 പ്ലസ് I3 മൈനസ് I4 മൈനസ് I5 ഈസ് ഈക്വൽ ടു 0 അല്ലെ? ഈ എൻ്റർ ചെയ്യുന്ന കറണ്ടും ലീവ് ചെയ്യുന്ന കറണ്ടും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 0 കിട്ടും. അതാണ് ക്രിച്ചോഫ് ലോ പറയുന്നത്. അപ്പോൾ ടോട്ടൽ കറണ്ട് എൻ്ററിങ് ദ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ലീവിങ് ദ ജംഗ്ഷൻ. അതിനാണ് എന്ത് പറയാ? ക്രിച്ചോഫ് ലോ എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ I1 പ്ലസ് I2 പ്ലസ് I3 ഈസ് ഈക്വൽ ടു I4 പ്ലസ് I5. നമുക്ക് അതിന് വേറെ രൂപത്തിലൂടെ എഴുതാം. എങ്ങനെ? I1 പ്ലസ് I2 പ്ലസ് I3 മൈനസ് I4 മൈനസ് I5 ഈസ് ഈക്വൽ ടു 0 എന്ന രീതിയിൽ എഴുതാം. അപ്പൊ ക്രിച്ചോഫ് ലോ വളരെ സിമ്പിൾ ആയാണ് പറയുന്നത്. ഒരു സർക്യൂട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു പോയിന്റിലേക്ക് വരുന്ന എല്ലാ കറണ്ടും ആ പോയിന്റിൽ നിന്നും പോകുന്ന കറന്റിനോട് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതാണ് ക്രിച്ചോഫ് ലോന്റെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്ത് ക്രിച്ചോഫ് ഫസ്റ്റ് ലോ ആയിരുന്നു അല്ലെ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിച്ചോഫ് സെക്കൻഡ് ലോ. ക്രിച്ചോഫ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ലോ ആണ്. സാധാരണ നിലയിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ടുകളെ അതിലുള്ള കറണ്ടിനെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ പറ്റിയിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ ആണ് ക്രിച്ചോഫ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. ക്രിച്ചോഫ് സെക്കൻഡ് ലോനെ പറയുന്ന പേര് ലൂപ്പ് റൂൾ എന്നൊക്കെയാണ് അതിൽ പറയുക. ഇപ്പൊ ലൂപ്പ് റൂൾ, വോൾട്ടേജ് ലോ എന്നൊക്കെയാണ് അതിൽ പറയപ്പെടുക. അപ്പോൾ ക്രിച്ചോഫ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ലൂപ്പ് റൂൾ ആണ്, അത് വോൾട്ടേജ് ലോ ആണ് എന്ന പേരൊക്കെ അതിനുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്രിച്ചോഫ് സെക്കൻഡ് ലോ എന്ന് തന്നെ ചോദിക്കണമെന്നില്ല, ലൂപ്പ് റൂളോ അല്ലെങ്കിൽ വോൾട്ടേജ് ലോ ഒക്കെ എഴുതാൻ വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? അതാണ് അതിൽ ആദ്യം പഠിക്കേണ്ട കാര്യം. എന്താണ് പറയുന്നത്? The law state that the algebraic sum of the product of resistance and current in the each branch of any closed circuit is equal to the EMF of that closed circuit. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വലുതായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടാവാം, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇവിടെ ശ്രദ്ധിച്ചോളൂ. നമുക്കൊരു പിക്ചർ വരയ്ക്കാം. ഈ ലൂപ്പ് റൂള്
എപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈ ഒരു പിക്ചർ ആവശ്യമാണ്. അപ്പൊ നമുക്ക് ഈ ഒരു പിക്ചർ വരയ്ക്കാം. ഇതാ ഒരു ബാറ്ററി സെല്ലിൽ നെഗറ്റീവ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു, ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു, ഇവിടെയും ഒരു സെല്ലുണ്ട്, റെസിസ്റ്റർ കണക്ട് ചെയ്തു. ഓക്കെ, ഇത് നമുക്ക് R1 കൊടുക്കാം, ഇത് R2 കൊടുക്കാം, ഇത് R3 കൊടുക്കാം. ഓക്കെ, ഇത് E1 കൊടുക്കാം, ഇത് E2 കൊടുക്കാം. രണ്ടും ഒരേ E തന്നെ കേട്ടോ. E1 അത് E2 കൊടുക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഇവിടെ നോക്കൂ, പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലാണ് ഇവിടെ കാണുന്നത് അല്ലെ. അപ്പൊ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നുമാണ് എന്തുണ്ടാവുക, കറന്റ് ഫ്ലോ ചെയ്യുക. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കറന്റിന്റെ ഡയറക്ഷൻ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോ ഇവിടെ നിന്നും എന്ത് വരുന്നുണ്ട്, I1 എന്ന് പറയുന്ന ഒരു കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. I1 കറന്റ് ഇവിടെ I1 കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പോയിന്റ് ഞാൻ A എന്നൊരു പോയിന്റ് ആക്കി എടുത്തു, ഈ പോയിന്റ് ഞാൻ ഈ പോയിന്റ് B എന്നൊരു പോയിന്റ് ആക്കി എടുത്തു. ഓക്കെ, ഇവിടെ നോക്കൂ, E2 എന്ന ബാറ്ററിയാണ് ഉള്ളത്, സെല്ലാണ് ഉള്ളത്. അപ്പൊ E2 ൽ നിന്നും എന്താ വരുന്നത്, I2 എന്ന് പറയുന്ന കറന്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെയും I2 എന്നൊരു കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ I1 എന്ന കറണ്ടും I2 കറണ്ടും എവിടെ വന്ന് ജോയിൻ ചെയ്യും, A എന്ന് പറയുന്ന ഈ പോയിന്റിൽ വന്ന് ജോയിൻ ചെയ്യും. അപ്പൊ ഇത് ശ്രദ്ധിച്ചിരുന്നോളൂ, ഈ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നത് വൃത്തിയായി മനസ്സിലാക്കണം, അതിനോട് പറയുന്നത്. അപ്പൊ E1 എന്ന് പറയുന്ന ഈ സെല്ലിൽ നിന്നും I1 എന്ന കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, E2 എന്ന് പറയുന്ന ഈ സെല്ലിൽ നിന്നും I2 എന്ന് പറയുന്ന കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ I1 എന്ന കറണ്ടും I2 എന്ന കറണ്ടും എവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്, A എന്ന പോയിന്റിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, രണ്ടും കൂടി ചെയ്യുന്നുണ്ട്. എന്നതിന് ശേഷം അത് എങ്ങോട്ടേക്ക് പോകും, ഇങ്ങോട്ടേക്ക് പോകും. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് എന്താ, I1 പ്ലസ് I2 ആണ്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് എന്താ, I1 പ്ലസ് ആണ്, I2 ആണ്. ഓക്കെ, അപ്പൊ ഈ I1 പ്ലസും I2 എന്ന് പറയുന്ന കറണ്ട് എവിടെ പോയി എത്തും, ഈ B എന്ന് പറയുന്ന പോയിന്റിലേക്ക് വന്ന് എത്തും അല്ലെ. I1 ഉം I2 കൂടി ചേർന്നിട്ട് എവിടെ എത്തും, B എന്ന പോയിന്റിൽ എത്തും. എന്ന ശേഷം ഇവിടുന്ന് രണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് I1 കറണ്ട് ഇങ്ങോട്ടേക്കും പോവും, I1 കറണ്ട് ഇങ്ങോട്ടേക്ക് പോവും, I2 കറണ്ട് അവിടേക്ക് ഇവിടേക്കും വരും, I2 കറണ്ട് ഇങ്ങോട്ടേക്കും വരും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം. E1 എന്നൊരു സെല്ലുണ്ട്, E2 എന്നൊരു സെല്ലുണ്ട്. E1 ൽ നിന്നും I1 കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, E2 ൽ നിന്നും I2 കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ I1 കറണ്ടും I2 കറണ്ടും എവിടെ ജോയിൻ ചെയ്യും, A എന്ന പോയിന്റിൽ ജോയിൻ ചെയ്യും. രണ്ടും കൂടിച്ചേർന്ന ശേഷം ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ ഇവിടെ എന്ത് കറണ്ട് ഉണ്ടായി, I1 പ്ലസ് I2 എന്ന കറണ്ട് ഉണ്ടായി. ഈ I1 പ്ലസ് I2 എന്ന കറണ്ട് എവിടെ ജോയിൻ ചെയ്യും, B എന്ന് പറയുന്ന പോയിന്റിൽ ജോയിൻ ചെയ്യും. എന്നതിന് ശേഷം അത് I1 എന്ന കറണ്ട് ആയിട്ടും പോവും, I2 എന്ന കറണ്ട് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് അതാ സ്ഥലത്തേക്ക് പോകും, തിരിച്ചു പോകും. ഓക്കെ, അപ്പൊ ഈ സർക്യൂട്ട് പ്രത്യേകം മനസ്സിലാക്കാം. ഇനി നമ്മുടെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. എന്താണ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ശ്രദ്ധിച്ചോളൂ. The law states that the algebraic sum of the product of resistance and current in the each branch of any closed circuit. ഇവിടെ നോക്കിയോളൂ, ഇവിടെ ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണ് അല്ലെ. ഇതൊരു ഈ ക്ലോസ്ഡ് സർക്യൂട്ടിൽ ഉണ്ടാവുന്ന EMF എന്ന് പറയുന്നത്, ഈ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ ഉണ്ടാവുന്ന EMF എന്ന് പറയുന്നത്, സ്റ്റേറ്റ്മെന്റ് പറയാണ്, ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ ഉണ്ടാവുന്ന EMF എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്ന കറന്റ് I1 അല്ലെങ്കിൽ കറന്റും അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റൻസും I1 ഉം R1 ഉം ന്റെയും പ്രൊഡക്റ്റ് ആയിരിക്കും. ഓക്കെ, പ്ലസ് I2 R2 അല്ലെ, ആയിരിക്കൂടെ. അപ്പൊ E എന്ന് പറയുന്ന ഈ സർക്യൂട്ടിൽ, ഒരു ക്ലോസ് സർക്യൂട്ടിൽ ഉണ്ടാവുന്ന EMF എന്ന് പറയുന്നത്, അവിടെ ഉണ്ടാവുന്ന സോഴ്സ് എന്ന് സെൽ എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഉണ്ടാവുന്ന EMF എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടെ ഉണ്ടാവുന്ന കറന്റിന്റെയും റെസിസ്റ്റൻസിന്റെയും കൂടി പ്രൊഡക്റ്റ് ആയിരിക്കും. കറന്റ് റെസിസ്റ്റന്റ് കൂടി പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോ ഒരു I1 കറന്റും R1 റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവയുടെ പ്രൊഡക്റ്റ് ആയിരിക്കും. I2 എന്ന കറന്റും R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവയുടെ പ്രൊഡക്റ്റ് ആയിരിക്കും. ഇതെല്ലാം കൂടി ചേർന്നതാണ് എന്താണ് അവിടെ ഉണ്ടാവുന്ന EMF എന്ന് പറയുന്നത്.
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെന്റ്? അൽജിബ്രിക് സം ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് സർക്യൂട്ട് ഇൻ ഈച്ച് ബ്രാഞ്ച് ഓഫ് എനി ക്ലോസ് സർക്യൂട്ട് ഈസ് ഈക്വൽ ടു ദ EMF ഓഫ് ദാറ്റ് ക്ലോസ് സർക്യൂട്ട്. ഈ ക്ലോസ് സർക്യൂട്ടിന്റെ EMF എന്ന് പറയുന്നതായിരിക്കും അവിടെ ഉണ്ടാവുന്ന കറന്റിന്റെയും റെസിസ്റ്റൻസിന്റെയും കൂടി പ്രൊഡക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോളൂ. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ പിക്ചറിലേക്ക് നോക്കിക്കോളൂ. ഈ പിക്ചറിൽ നമുക്ക് ക്ലോസ് ലൂപ്പ്, ഒറ്റ നോട്ടത്തിൽ ക്ലോസ് ലൂപ്പാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ എത്ര ലൂപ്പുകൾ ഉണ്ട്? ഇപ്പോൾ ശ്രദ്ധിച്ചോളൂ. ഇതൊരു ലൂപ്പാണ്. ഞാൻ ഇപ്പൊ വരയ്ക്കാമോ? ദാ ഇത് ഒരു ലൂപ്പാണ് അല്ലെ? ഇത് ഒരു ലൂപ്പാണ് അല്ലെ? അപ്പൊ രണ്ട് ലൂപ്പായി അല്ലെ? ഇനി ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ഇനി എങ്ങനെയാണ് കിർച്ചോഫ് സെക്കൻഡ് ലോന്റെ ഇക്വേഷൻ എഴുതുന്നത്? ഇവിടെ നോക്കിക്കോളൂ. E1 എന്ന് പറയുന്ന കറണ്ട് നമുക്ക് E1 എഴുതാം. E1 ഇതാണ് E1 എന്ന് പറയുന്നത്. ഓക്കെ, E1ൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചിരുന്നോളൂ, മനസ്സിലായിക്കോളൂ. E1 എന്ന് പറയുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. എങ്ങനെ പോസിറ്റീവ്? രണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, അതൊന്നും മനസ്സിലാക്കി വെക്കണം. എന്റെ കൈയിന്റെ ഡയറക്ഷൻ പോകുന്നത്, കറണ്ട് പോകുന്ന ഡയറക്ഷനിലേക്കാണ് ഞാൻ കൈ ചൂണ്ടുന്നത്. കറണ്ട് പോകുന്ന ഡയറക്ഷനിലേക്കാണ് ഞാൻ കൈ ചൂണ്ടുന്നത്. ഇങ്ങനെ കറണ്ട് പോകുന്ന ഡയറക്ഷനിലേക്ക് ഞാൻ കൈ ചൂടുകയാണ് എങ്കിൽ, എന്റെ കൈയും അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ സംഖ്യകളെല്ലാം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. എങ്ങനെ? കറണ്ട് പോകുന്ന ഡയറക്ഷനിലേക്കിലൂടെയാണ് എന്റെ കൈ പോകുന്നതെങ്കിൽ, എന്റെ വിരലുകൾ പോകുന്നതെങ്കിൽ ആ ഡയറക്ഷൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി കറണ്ട് പോകുന്ന ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്റെ കൈ പോകുന്നതെങ്കിൽ ആ ഡയറക്ഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഡയറക്ഷൻ വൃത്തിയായി മനസ്സിലായി. കിർച്ചോഫ് ലോന്റെ സെക്കൻഡ് ലോ, ലൂപ്പ് ലോയിൽ പ്രധാനമായിട്ടുള്ള കാര്യമാണത്. കൈ പോകുന്ന, എന്റെ കൈവിരലുകൾ പോകുന്ന ഡയറക്ഷൻ എന്ന് വെച്ചാൽ കറണ്ട് പോകുന്ന ഡയറക്ഷനിലൂടെയാണ് എന്റെ കൈ പോകുന്നതെങ്കിൽ, വിരലുകൾ പോകുന്നതെങ്കിൽ ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് പോസിറ്റീവ് ആയിരിക്കും. ഇനി നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ, കൈ പോകുന്ന ഡയറക്ഷനിലല്ല കറണ്ട് പോകുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാം? ഇവിടെ ശ്രദ്ധിച്ചോളൂ. E1 ഇവിടെ നോക്കിക്കോളൂ. ഇതാ എന്റെ കൈ പോകുന്നുണ്ട്, ഇതാ ഇങ്ങനെ വന്നു, ഇവിടെ ഒന്നുമില്ല അല്ലെ? എന്താ പറഞ്ഞു കിർച്ചോഫ് സെക്കൻഡ് ലോ? എന്താ പറഞ്ഞത്? കറന്റിന്റെയും റെസിസ്റ്റൻസിന്റെയും പ്രൊഡക്റ്റ് എന്നാ പറഞ്ഞത്. കറന്റും റെസിസ്റ്റൻസും ഉണ്ടെങ്കിൽ മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാ കറണ്ട് പോകുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, ഇതാ ഇങ്ങനെ വന്നു. ഇതാണ് ലൂപ്പ്, ഫസ്റ്റ് ലൂപ്പ് ഇതാണ്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ലൂപ്പ്. അപ്പൊ ഫസ്റ്റ് ലൂപ്പിൽ കറണ്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താ ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ കറണ്ട് R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ I1 + I2 എന്ന് പറയുന്ന കറണ്ടും ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? R2 into I1 + I2. അപ്പൊ ഇവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താണ്? എന്റെ കൈ പോകുന്നത് ഈ കറണ്ട് ഡയറക്ഷനിലൂടെയാണ് കറണ്ട് കൈ പോകുന്നത്. ഇനി നേരെ ഇങ്ങനെ മുകളിലേക്ക് വന്നു, ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോ എന്തുണ്ട്? ഇവിടെ R1 റെസിസ്റ്റൻസ് ഉണ്ട്, അവിടെ I1 കറണ്ടും ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ I1 R1 എന്ന് എഴുതാം. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അവിടെ നോക്കിക്കോളൂ. അവിടെ കൈ, എന്റെ വിരല് അങ്ങോട്ടും കറണ്ട് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്, അങ്ങനെയാ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? അവിടെ പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ ലൂപ്പ് നോക്കിക്കോ. സെക്കൻഡ് ലൂപ്പ് E2 എടുക്കുകയാണെന്ന് വിചാരിക്കും. E2 എടുക്കുകയാണെന്ന് വിചാരിച്ചു. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നോളൂ. എന്റെ വിരലുകൾ പോകുന്ന ഡയറക്ഷനിലൂടെ തന്നെയാണ് കറണ്ട് പോകുന്നത്. പക്ഷെ ഇവിടെ ഒന്നും എന്തില്ല? കറണ്ട് മാത്രമേ ഉള്ളൂ, റെസിസ്റ്റൻസ് ഇല്ല. ശ്രദ്ധിക്കണം, കറണ്ട് മാത്രമേ ഉള്ളൂ, റെസിസ്റ്റൻസ് ഇല്ല. അപ്പോ I2 എന്ന കറണ്ട് അങ്ങനെ പോയി, അങ്ങനെ വന്നതാ ഇവിടെ എത്തി. ഇവിടെ എത്തിയപ്പോ എന്തുണ്ട്? R2 എന്ന റെസിസ്റ്റൻസും ഉണ്ട്, I1 + I2 എന്ന് പറയുന്ന കറണ്ടും ഉണ്ട്. അപ്പൊ എങ്ങനെ എഴുതാം? R2 I1 + I2 എന്നുമുണ്ട്. ഇനി താഴേക്ക് വാ. ഇങ്ങനെ വന്നു, കറണ്ട് ഡയറക്ഷൻ എങ്ങോട്ടേക്കാ? താഴേക്കാണ്. അപ്പൊ കൈ ഇങ്ങനെ വന്നു, നേരെ ഇങ്ങോട്ട് വന്നു. അപ്പൊ എന്തുണ്ട്? കറണ്ട് ഡയറക്ഷൻ ഉണ്ട് അല്ലെ? കറണ്ട് ഡയറക്ഷനിലൂടെയാണ് എന്റെ കൈ പോകുന്നത്. അപ്പൊ ഇവിടെ എത്തിയപ്പോ എന്ത് സംഭവിച്ചു? R3 എന്ന റെസിസ്റ്റൻസും ഉണ്ട്, I2 എന്ന കറണ്ടും ഉണ്ട്. അപ്പൊ എങ്ങനെ എഴുതാം? R3 I2 എന്നും എഴുതാം. I2 എന്നും എഴുതാം. പോസിറ്റീവ് നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ് അല്ലെ? പോസിറ്റീവ് ആണ്. ഓക്കെ, ഇനി ഒരു ലൂപ്പും കൂടി നമുക്ക് കൺസിഡർ ചെയ്യാനുണ്ട്.
ഓക്കെ, ഒരു ലൂപ്പും കൂടി നമുക്കത് കൺസിഡർ ചെയ്യാനുണ്ട്. എങ്ങനെ? ഇതൊരു ലൂപ്പാണല്ലേ, ഇങ്ങനെ ഒരു ലൂപ്പല്ലേ, ഈ പുറമേ കാണുന്ന ഇതൊരു ലൂപ്പല്ലേ, ഇതൊരു ക്ലോസ്ഡ് ലൂപ്പല്ലേ, ലൂപ്പാണ്. അപ്പൊ ആദ്യം കൺസിഡർ ചെയ്യുന്നത് എന്ത് ചെയ്യാൻ, നമുക്ക് ഇ എം എഫിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കോ, ഞാൻ ഇവിടെ തുടങ്ങുകയാണ്, ഇ എം എഫിന് മാത്രം കൺസിഡർ ചെയ്യണം. അപ്പൊ ഇവിടെ ഒരു ഇ എം എഫ് ഉണ്ട്, ഇ മൈനസ് ഉണ്ട്, ഇവിടെയും ഒരു ഇവിടെ ഇ1 ഉണ്ട്, ഇവിടെ ഒരു ഇ2 ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ഞാൻ വിരലുകൾ ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയം ആദ്യം നമ്മൾ ഞാൻ എന്ത് ചെയ്തു, ഇ1 എന്ന് എഴുതി ഇ എം എഫ്. ഇനി ഞാൻ വിരല് ഇങ്ങനെ കൊണ്ടുവരികയാണ്, കറണ്ട് ഡയറക്ഷൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഈ ലൂപ്പിൽ ഇതിലൂടെ പോകുന്ന സമയത്ത് ഇ എം എഫിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെയാണ് എന്ത് പോകുന്നത്, എന്റെ വിരലുകൾ പോകുന്നത്. ഈ ഇ എം എഫില് ഇ2 എന്ന് പറയുന്ന ബാറ്ററിയുടെ നേരെ ഓപ്പോസിറ്റ്, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെയാണ് എന്റെ വിരലുകൾ പോകുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് ഇ2 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്കൊന്നുകൂടെ എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി എന്താ കൺസിഡർ ചെയ്യുന്നത്, രണ്ട് റെസിസ്റ്റർ, രണ്ട് ഇ എം എഫ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇ1ഉം ഇ2ഉം കൺസിഡർ ചെയ്തത്. അപ്പൊ എങ്ങനെ എഴുതി, ഇ1ൽ നിന്നും എന്ത് ചെയ്തു, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതേ ആ ഡയറക്ഷനിലൂടെ ഞാൻ കൈ വരുന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോ എന്ത് ചെയ്തു, ഇവിടെ എയിൽ നിന്നും കടന്നപ്പോ എന്ത് ചെയ്തു, കറണ്ട് വരുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് എന്റെ കൈ പോകുന്നത്, അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം, മൈനസ് ചിഹ്നം വരണം. അപ്പൊ പിന്നെ നേരെ എവിടെ വരും, ഇ2 എന്ന റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് വന്നു, ഈ മൈനസ് ഇ2. ഇനി ഇവിടെ ഇ3 ഉണ്ടെങ്കിലോ, അവിടെ വീണ്ടും മൈനസ് ഇ3, അങ്ങനെ പോവും. ഓക്കെ, അപ്പോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് സൈഡ് എടുക്കാണ്. നോക്കിയോ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ ഒന്നും എന്തില്ല, കറണ്ടും റെസിസ്റ്റൻസും ഇല്ല, ഇവിടെ ഒന്നും കറണ്ട് റെസിസ്റ്റൻസും ഇല്ല. പക്ഷെ ഇവിടെ എത്തിയപ്പോ എന്തുണ്ട്, കറണ്ടും റെസിസ്റ്റൻസും ഉണ്ട്. ഇവിടെ എത്തിയപ്പോ എന്തുണ്ട്, കറണ്ടും റെസിസ്റ്റൻസും ഉണ്ട്. ഇനി നോക്കിയോ, എന്റെ വിരല് പോകുന്ന ഡയറക്ഷനിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അവിടെ മൈനസ് സൈൻ വേണം. അവിടെ എന്തായിരിക്കും വരിക, R3I2 എന്ന് വരും, അല്ലെ? എന്നിട്ട് നേരെ വന്ന് മുകളിലേക്ക് വന്നു, പിന്നെ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ R1 റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ I1 കറണ്ട് ഉണ്ട്. പക്ഷെ ഞാൻ പോകുന്ന കറണ്ടിന്റെ ഡയറക്ഷനിൽ തന്നെയാണ് എന്റെ വിരലും പോകുന്നത്, അല്ലെ? എന്റെ വിരല് പോകുന്ന കറണ്ട് ഡയറക്ഷനിൽ തന്നെയാണ് കറണ്ടും പോകുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, അവിടെ പ്ലസ് R1I1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോ ഇതാണ് ലൂപ്പ് റൂൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ എന്താ ലൂപ്പ് റൂൾ പറയുന്നത്, ഇവിടെ ഉണ്ടാവുന്ന ഇ എം എഫ്, ഇ1ൽ ഉണ്ടാവുന്ന ഇ എം എഫ്, ഈ ഫസ്റ്റ് സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ലൂപ്പ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഇ എം എഫ് ഇ1 എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടെ ഉണ്ടാകുന്ന കറണ്ടിന്റെയും റെസിസ്റ്റൻസിന്റെയും പ്രൊഡക്റ്റുകളായിരിക്കും. അതാണ് എന്ത് പറയുന്നത്, ലൂപ്പ് റൂൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പൊ കൃത്യമായി ഇത് മനസ്സിലാക്കി വെക്കണം. അപ്പോ ഇത് കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.